ഗൈസ് വളരെ ചെറിയ ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിലെ ചോദ്യങ്ങൾ പലപ്പോഴും പലരെയും ആശയക്കുഴപ്പത്തിലാക്കും. എങ്ങനെയാണ് എക്സാമിന് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ഇതിൽ നിന്നൊക്കെ ഏതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അവസാനം വരെ വീഡിയോ കാണുക. റെഡി ആണല്ലോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ 1/2 ആകുന്ന ആംഗിൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് π/6 അല്ലെ. 30 സൈനിന്റെ വാല്യൂ 1/2 ആവുക. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോട്ട് ഇൻവേഴ്സ് -1/√3. അപ്പൊ കോട്ടിന്റെ ഉള്ളിൽ മൈനസ് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതണം പറഞ്ഞത്? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എന്താണോ അതിലുള്ളത് മൈനസ് ഒഴിവാക്കിയിട്ട് അത് എഴുതണം. സോ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടാൻ ഇൻവേഴ്സ് ഈ 1/√3ന്റെ റെസിപ്രോക്കൽ എടുത്തത് √3 എന്ന് എഴുതാം. സോ നോക്കിക്കേ, പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് √3 60 അല്ലെ ടാൻ √3 ആവുക, അതായത് π/3. സോ പൈ മൈനസ് π/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3π മൈനസ് π/3. ദ ആൻസർ വിൽ ബി 2π/3. സിമ്പിൾ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ഫോളോയിങ്. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ടാൻ ഇൻവേഴ്സ് 1 ടാൻ 1 ആവുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താ? π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. അങ്ങനെയാണെങ്കിൽ ദാ π/4 പ്ലസ് ഇവിടെ പൈ മൈനസ് കോസ് 1/2 ആവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60. ദാറ്റ് മീൻസ് π/3. ഇവിടെ പ്ലസും മൈനസും മൈനസ് ആയി. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6. സോ നോക്കിക്കേ, ഇതൊന്ന് നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ π/4 പ്ലസ് പൈ മൈനസ് π/3 എന്ന് പറഞ്ഞാൽ 2π/3 മൈനസ് π/6. ഡിനോമിനേറ്ററിൽ എല്ലാത്തിനെയും നമുക്ക് 4, 3, 6 എല്ലാത്തിനെയും നമുക്ക് എന്താക്കാം? 12 ആക്കി മാറ്റാം. അപ്പൊ 12 ആക്കണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 12 ആക്കണേ 4 കൊണ്ട്, ഇവിടെ 4 കൊണ്ട്. ഇവിടെ 12 ആക്കണേ 2 കൊണ്ട്, ഇവിടെ 2 കൊണ്ട്. സോ ആൻസർ ഫൈനലി നമുക്ക് വരിക ഡിനോമിനേറ്റർ മൊത്തം എന്തായി മാറും? 12 ആയി മാറും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 12 ഇതാ, ഇവിടെ 12 ആൻഡ് ന്യൂമറേറ്ററിൽ 3π, ഇത് 8π ആവും. അപ്പൊ 3π പ്ലസ് 8π മൈനസ് 2π വരും. സോ ആൻസർ എന്തായിരിക്കും? 11π മൈനസ് 2π 9π. 9π/12. 9π/12 ഒന്നുകൂടി ഷോർട്ട് ആക്കിയാൽ 3π/4. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദി എക്സ്പ്രഷൻ ഗിവൺ ബിലോ. കോസ് ഇൻവേഴ്സ് കോസ് π/3, കോസ് ഇൻവേഴ്സ് കോസ് π/3. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ഫൈൻഡ് ചെയ്യാം. ഈ എക്സ് ഇവിടെ ഉള്ള വാല്യൂ എപ്പോഴും കോസിൻ്റെതാണെങ്കിൽ 0ന്റെയും പൈൻ്റെ ഇടയിലായിരിക്കണം. സോ π/3 എന്തായാലും 0ന്റെയും പൈൻ്റെ ഇടയിലാണ്. സോ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് π/3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് 13π/4 ആവും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുക? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. കാരണം ഇത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂവിന്റെ ഒക്കെ പുറത്ത് വരുന്ന ഒരു സംഭവമാണ്. -π/2 to π/2 ആണ് പ്രിൻസിപ്പൽ വാല്യൂ സൈനിൻ്റെത്. അപ്പൊ നിങ്ങൾ ഇതിനെ മാറ്റുക. 13π/4 ഒന്ന് മാറ്റിയിട്ട് ഇതാ എങ്ങനെ മാറ്റുക? ഒന്നുമില്ല, നിങ്ങൾ ഡിനോമിനേറ്ററിൽ വരുന്ന 4 ഇല്ലേ, ആ 4 ന്യൂമറേറ്ററിൽ വരുന്നതിന്റെ അടുത്ത് ആ 4ന്റെ മൾട്ടിപ്പിൾസ് ഏതാണുള്ളത് നോക്കാം. 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് 13ന്റെ അടുത്ത് വരുന്നത് 12 ആ. അപ്പൊ നിങ്ങൾ ഈ 13 12π പ്ലസ് π/4 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 12π/4 പ്ലസ് π/4. അതായത് 12/4 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പൊ 3π പ്ലസ് π/4. നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. സോ നമ്മുടെ ആൻസർ സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റി എഴുതേണ്ടത് 13π/4 ഇപ്പൊ നമ്മൾ മാറ്റിയല്ലോ. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 13π/4 പകരം 3π പ്ലസ് π/4. 3π പ്ലസ് π/4. അപ്പൊ 3π പ്ലസ് π/4 ഈ ഫംഗ്ഷന് പൈന്റെ മൾട്ടിപ്പിൾസ് വന്ന ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല. അപ്പൊ എന്താ വരിക? സൈന് തന്നെയാണ് വരിക. ആൻഡ് ഇവിടെ ഉള്ള ആംഗിൾ ഏതാണോ അത്. അപ്പൊ സൈൻ π/4 നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി 3π പ്ലസ് π/4. 3π എന്ന് പറയുമ്പോൾ 1π 2π 3π പ്ലസ് π/4 എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ സൈൻ എന്തായിരിക്കും? നെഗറ്റീവാ. അപ്പൊ മൈനസ് സൈൻ π/4 വരാം. ഇത് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫോമിലല്ലേ വന്നത്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇവിടെ എക്സിന് പകരം ആരാളുള്ളത്? സൈൻ π/4. അപ്പൊ മൈനസ് സൈൻ ഇൻവേഴ്സ് സൈൻ π/4. ഈ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്താൽ അപ്പൊ നമുക്ക് എന്താ വരിക? മൈനസ് π/4. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. സിമ്പിൾ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ? അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓർ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സിമ്പിൾ അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് -π/2 to π/2. ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2 വരിക.
ഓക്കെ, ഓപ്പൺ ആക്കരുത്, ക്ലോസ്ഡ് ആണ്. റെഡി. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെതാണെങ്കിലോ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ദെൻ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്. വളരെ സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യനാണ്. ഈ സൈൻ ഇൻവേഴ്സും സൈനും നമുക്ക് ക്യാൻസൽ ചെയ്ത് എക്സ് എന്ന് എഴുതാം. ഏത് കണ്ടീഷനിൽ? നിങ്ങളുടെ ഈ എക്സ് ബിലോങ്സ് ടു ആ ഇന്റർവെലാണ് പറഞ്ഞത്, -π/2 to π/2 അല്ലേ? ഈ ഇന്റർവെലിനുള്ളിലാണെങ്കിൽ അതാണ് ഇവിടെ തന്നത്, -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ? സിമ്പിൾ, എക്സ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. റെഡി. ഷോ ദാറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. സൈൻ ഇൻവേഴ്സ് 2x √1 - x² ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ എങ്ങനെയാ ചെയ്യാം? ഒന്നുമില്ല, ഈ എക്സിന് പകരം നമുക്ക് 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ സൈൻ ഇൻവേഴ്സ് ഈ ബ്രാക്കറ്റിനുള്ളിലെ ടേം സൈൻ സംതിങ് എന്ന് പറഞ്ഞ് എഴുതണം. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയൊക്കെ പഠിച്ച രീതിയിൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ. അപ്പൊ അതിനെ എനിക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഈ എക്സിന് പകരം ഒന്നെങ്കിൽ സൈൻ തീറ്റ കൊടുക്കാം, അല്ലെ എക്സിന് പകരം കോസ് തീറ്റ കൊടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് നിങ്ങൾ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് എടുക്കുക. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈന് ലെഫ്റ്റിലേക്ക് വന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ ഒരു സംഭവം ഇവിടെ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു √1 - x². ഇതല്ലേ നിങ്ങളുടെ എന്ത് LHS എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈക്വൽ ടു LHS എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ. ഇനി നോക്കിക്കുക, സൈൻ ഇൻവേഴ്സ് നമ്മൾ എക്സിന് പകരം കൊടുക്കുന്നത് സൈൻ തീറ്റ. അപ്പൊ 2 സൈൻ തീറ്റ √1 - എക്സിന് പകരം സൈൻ തീറ്റ ആകുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ. ഇത് നമുക്ക് സൈൻ 2 തീറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. അതിൽ നിങ്ങൾ പഠിച്ചൊരു കാര്യം ഉണ്ടടാ, ദാ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്, ശരിയല്ലേ? അപ്പൊ ദാ 1 - കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? രണ്ടും ശരിയാട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ 1 - സൈൻ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കോസ് സ്ക്വയർ തീറ്റ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നിങ്ങളുടെ ആൻസർ ഇത് എന്താ വരിക? 2 സൈൻ തീറ്റ √1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ തീറ്റ. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്താൽ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താ? സൈൻ 2 തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 തീറ്റ എന്ന് കിട്ടും. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഉള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? 2 സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ആ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് RHS ആയിട്ടുള്ളത്. അപ്പൊ ഈക്വൽ ടു എന്താ? LHS. ഇപ്പൊ നമ്മൾ ചെയ്തു വന്നപ്പോൾ RHSന് ഈക്വൽ ആയി. പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാ. ഇനി ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സിന് പകരം കോസ് തീറ്റ എടുത്താൽ മതി. എന്നിട്ട് ഇതേ രീതിയിലുള്ള ഇക്വേഷൻ കൊടുക്കുക, സെയിം ആൻസറിലേക്ക് എത്താൻ പറ്റും. സിമ്പിൾ ആണ്. ഓക്കെ, റെഡി. അടുത്തത് പ്രൂവ് ദാറ്റ് 3 cos ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4x³ - 3x. ഇവിടെ നിങ്ങൾ അതേ ചേഞ്ചാ കൊടുക്കേണ്ടത്. കോസ് ഇൻവേഴ്സ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ? കോസ് 3 തീറ്റ എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ ഇതിനാ നോക്കുക. 4 cos³ തീറ്റ, കോസ് 3 തീറ്റ നിങ്ങൾ പഠിച്ചത് 4 cos³ തീറ്റ -3 cos തീറ്റ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ എക്സിന് പകരം എന്ത് കൊടുക്കണം? കോസ് തീറ്റ കൊടുക്കണം. അപ്പൊ ലെറ്റ് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. സോ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പോവാണ്. ഞാൻ RHS ആട്ടോ എടുക്കുന്നത്. RHS എടുക്കുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിന് പകരം ഞാനിപ്പോ എന്താ കൊടുക്കേണ്ടത്? കോസ് തീറ്റ. അപ്പൊ 4 കോസ് തീറ്റ അല്ല, 4 cos³ തീറ്റ, 4x³ അല്ലേ? -3 കോസ് തീറ്റ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കോസ് ഇൻവേഴ്സ് ഇതിനെ നമ്മൾ എങ്ങനെ ആക്കി മാറ്റി ചെയ്തു? കോസ് 3 തീറ്റ, കോസ് 3 തീറ്റ. സോ കോസ് ഇൻവേഴ്സും കോസ് 3 തീറ്റയും ക്യാൻസൽ ചെയ്താൽ 3 തീറ്റ. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുത്തത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ 3 കോസ് ഇൻവേഴ്സ് എക്സ്. സോ നോക്കിക്കേടാ, നിങ്ങൾക്ക് ഇപ്പൊ RHSന് ഈക്വൽ ആയിട്ട് ഇവിടെ ഉള്ളത് 3 കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അത് തന്നെയാണ് LHSും. അപ്പോൾ LHS ഈക്വൽ ടു RHS. ഇറ്റ് ഈസ് പ്രൂവ്ഡ്. സിമ്പിൾ ആയിട്ട് 2 സ്റ്റെപ്പ് പരിപാടി തീർക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ടാൻ ഇൻവേഴ്സ്. അപ്പൊ ഇതിനുള്ളിൽ ടാൻ എന്ന് പറഞ്ഞൊരു ഫോമിലാക്കി മാറ്റുക. ടാൻ ഇൻവേഴ്സും ടാനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 - cos x അല്ലേ? 1 - cos x നമുക്ക് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ പഠിച്ചൊരു സംഭവം, 2 സംഭവങ്ങൾ അത് ഞാൻ ഇവിടെ എഴുതാണ്. ഒന്ന് cos 2x ആണെങ്കിൽ നിങ്ങൾക്കറിയാം അത് 2 cos² x - 1 ആണ്. ഇത് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല. അതിന് പകരം cos 2xന് പകരം cos x വന്നാലോ? ഇവിടെ 2x ആകുമ്പോൾ ഇവിടെ x. അപ്പൊ 2 cos² x/2 - 1 അല്ലേ വരിക. ഇനി -1 ഇങ്ങോട്ട് വന്നാൽ 1 + cos x ഈക്വൽ ടു
2 cos square x by 2 ആണോ? റെഡി. അപ്പം നിങ്ങൾ 1 പ്ലസ് കോസ് എക്സിന് പകരം ഇത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ cos 2x-ന് നിങ്ങൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. റെഡി ആണല്ലോ. അപ്പോൾ കോസ് എക്സ് എന്തായിരിക്കും? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അല്ലേ? അതായത് ഇവിടെ 2x ആകുമ്പോൾ ഇവിടെ എക്സ്, അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഹാഫ് ആംഗിൾ ഫോർമുല. ഇനി ഞാൻ ഈ മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഇങ്ങോട്ട് എടുക്കുക, അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഈ കോസ് എക്സ് റൈറ്റിലേക്ക് പോയാൽ എന്താവും? 1 മൈനസ് കോസ് എക്സ്. അപ്പോൾ 1 മൈനസ് കോസ് എക്സിന് പകരം ഇതും 1 പ്ലസ് കോസ് എക്സിന് പകരം ഇതും യൂസ് ചെയ്യാം. അങ്ങനെയാണ് നോക്കിക്കേ, നിങ്ങളുടെ ഈ ഒരു ഇക്വേഷനിൽ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇത് നമുക്ക് എങ്ങനെയാണ് വരിക? ഈക്വൽ ടു എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? ടാൻ ഇൻവേഴ്സ് ഈ റൂട്ട് 1 മൈനസ് കോസ് എക്സിന് പകരം റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കൊടുക്കുന്നു. 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 പ്ലസ് കോസ് എക്സിന് പകരം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 കൊടുക്കുന്നു. 2ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ ഉള്ളത്? ടാൻ ഇൻവേഴ്സ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്, ടാൻ സ്ക്വയർ എക്സ് റൂട്ട് ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ ആൻസർ വരിക? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2 നമുക്ക് ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ടാൻ ക്യാൻസൽ. സോ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താ? എക്സ് ബൈ 2 കിട്ടി. സിമ്പിൾ ആണല്ലേ? അപ്പോൾ അവിടെ ചേഞ്ച് എന്താണോ ചെയ്തത് അതൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. എന്താ ആൻസർ വരിക? ഒന്നുമില്ലടാ, വളരെ സിമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ചേഞ്ച് കൊടുക്കണം. എന്താ ചേഞ്ച് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോസ് 2x എന്ന് പറഞ്ഞാൽ ഇതിനെ എനിക്ക് ടാൻ്റെ ഫോമിൽ ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റും. കോസ് 2x എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അതേപോലെ അതിന്റെ ഹാഫ് ആവുകയാണെങ്കിൽ കോസ് 2xന്റെ ഹാഫ് കോസ് എക്സ്, അതായത് 2xന്റെ ഹാഫ് എക്സ് ആവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് അവിടെ ഈ കോസ് എക്സിന് പകരം യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷനിൽ ഇതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചതാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണല്ലോ. അങ്ങനെയാണെങ്കിലടാ ഞാനിവിടെ എക്സ് ബൈ 2 അല്ലേ നമ്മൾ ഇവിടെ എടുത്തത്. അപ്പൊ ഞാൻ ഈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഇതെടുത്താലും എന്തിനാ? 1. അപ്പൊ 1ന് പകരം നമ്മൾ ഇതും യൂസ് ചെയ്യും. ആൻഡ് അടുത്തത് സൈൻ എക്സ് അല്ലേ ഉള്ളത്. സൈൻ എക്സിന് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു സംഭവം ഉണ്ട്. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ്. ഇതെന്താ? മൾട്ടിപ്ലൈ ആംഗിൾ ഫോർമുല. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് എന്തായിരിക്കും? 2x ആകുമ്പോൾ ഇവിടെ ഹാഫ്, അപ്പൊ എക്സ് ആകുമ്പോൾ അതിന്റെ ഹാഫ്, അപ്പൊ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? സൈൻ എക്സിന് പകരം യൂസ് ചെയ്യുക. ഈ 3 സംഭവങ്ങളും എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ്, നോക്കിക്കേ. ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെ മാറ്റി ചെയ്താ? ടാൻ ഇൻവേഴ്സ് കോസ് എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1ന് പകരം നമ്മൾ കൊടുക്കുക കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. പിന്നെ മൈനസ് അടുത്തത് സൈൻ എക്സിന് പകരം കൊടുക്കേണ്ടത് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഈ സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലടാ, ഇനി നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാ. ചേഞ്ച് കൊടുക്കുന്നത് ശ്രദ്ധിച്ചേ. ഞാൻ കോസ് എക്സിനാ ഇവിടെ a ഈക്വൽ ടു കോസ് എക്സ് ബൈ 2 ആണെന്ന് വിചാരിച്ചോ, ആൻഡ് b ഈക്വൽ ടു സൈൻ എക്സ് ബൈ 2 ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു 2 സംഭവം ആണെങ്കിൽ ഞാൻ കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? a സ്ക്വയർ അല്ലേ. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ അത് b സ്ക്വയർ അല്ലേ. അപ്പൊ ഇതെന്താ? കോസ് എക്സ് ബൈ 2ന്റെ സ്ക്വയർ, അപ്പൊ a സ്ക്വയർ. ഇതെന്താ? അപ്പൊ ബിന്റെ സ്ക്വയർ. മൈനസ് ഉണ്ട്, മൈനസ് 2 സൈൻ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ b, കോസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ a. അപ്പൊ നിങ്ങൾ നോക്ക്, മുകളിലുള്ളത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് വന്നു. a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അറിയാവുന്നതല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണെങ്കിൽ a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ആ ഒരു ഫോമിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുക? അടുത്തത് മാറ്റാം. അതേപോലെ തന്നെ ഇവിടെ നോക്ക്, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ മൈനസ് 2ba. അതെന്തിന്റെ എക്സ്പാൻഷനാ സത്യത്തിൽ? ഇതെന്തിന്റെ എക്സ്പാൻഷനാ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആയിട്ടല്ലേ പഠിച്ചത്? അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ചേഞ്ചും വളരെ സിമ്പിൾ ആണ്. ടാൻ ഇൻവേഴ്സ് മുകളിൽ ഇതാ ഞാൻ കൊടുക്കുന്നത് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പകരം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പൊ a എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ 2 അല്ലേ. അപ്പൊ കോസ് എക്സ് ബൈ 2
പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. കൊടുത്ത ചേഞ്ച് ശ്രദ്ധിക്കണം. പിന്നെ ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എഴുതാം. ദാറ്റ് മീൻസ് കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ദ ഹോൾ സ്ക്വയർ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇനി നമുക്ക് ഏതെങ്കിലും ടേം വെട്ടാൻ പറ്റുമോ നോക്കിക്കേ. വെട്ടാൻ പറ്റും. എടാ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ അല്ലേ? ഈ സ്ക്വയർ ഇവിടുന്ന് ഒന്നു ഈ ഒരു ടേം എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ വരിക? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ടാൻ്റെ ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണിപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇവിടെയുള്ള എല്ലാ ടേമിനെയും ഞാൻ കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോസ് എക്സ് ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടാൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ഇവിടെ 1 വരിക പ്ലസ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു അത് ടാനാ. അപ്പോൾ ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ഇവിടെ 1 മൈനസ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യണേ. സോ ആൻസർ വിൽ ബി ടാൻ എക്സ് ബൈ ടു. സോ ഇത്രയാണ് നിങ്ങൾ കിട്ടിയത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത സംഭവം ടാൻ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ശരിയല്ലേ? അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേ ടാൻ പൈ ബൈ 4 ഇനി നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു ആ. അപ്പൊ ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു ആണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ ഒന്നുകൂടി പറഞ്ഞേ. ടാൻ പൈ ബൈ 4 1 ആ. അപ്പൊ 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ബൈ ടു. അതായത് 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ ടു എന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പാൻഷനാ? ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടുവിന്റെ എക്സ്പാൻഷനാ. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിലടാ ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു എന്ന് മാറ്റി എഴുതി കൂടെ മാറ്റി ചെയ്താ. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്താ നമുക്ക് ആൻസർ വരിക? പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു. സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ കൊടുത്ത സംഭവങ്ങളും ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നല്ലതുപോലെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം സിമ്പിൾ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെറ്റായി. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബൈ ബൈ, സി യു.